ഹലോ ഗെയ്സ്, ഇന്നത്തെ എൻ്റെ നോമ്പ് തുറ ഹൈവേയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളും കാര്യം നമുക്ക് കണ്ടു നോക്കാം. ഇന്നത്തെ നോമ്പ് തുറ നമ്മൾ ഹൈവേ മേലെ വെച്ചിട്ടാണ്. അങ്ങനെ കോഴിക്കോട് പോയി തിരിച്ചു വരുന്ന വഴിയിൽ കുറച്ച് നേരം വൈകി. അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ചെറുപ്പക്കാർ അവിടെ നമ്മുടെ നോമ്പ് തുറയുടെ കിറ്റുമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കിറ്റിൻ്റെ കൂടെ ഒരു ബോട്ടിലുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട് വിസ്മയ സ്റ്റുഡൻസ് ഒരുക്കുന്ന യാത്രക്കാർക്കൊരു ഇഫ്താർ ഗിഫ്റ്റ്. ഒരാൾക്ക് 30 രൂപ സ്കാൻ ചെയ്യാനുള്ളൊരു സ്കാനറും ഉണ്ട്. നിങ്ങൾക്കും ഡൊണേറ്റ് ചെയ്യാം. ഒരു യാത്രക്കാരനെ നോമ്പ് തുറപ്പിച്ചാലോ എന്നുള്ളൊരു കണ്ടൻറ്റും കൂടി അതിലുണ്ട്. വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെയൊക്കെ നമുക്കും തന്നെ അത് സ്കാൻ ചെയ്താൽ അവർക്ക് 30 രൂപ നമുക്കൊരാൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കും ചെയ്യാം. അപ്പോൾ യാത്ര നമ്മൾ കോഴിക്കോട് തിരിച്ചു വരുന്ന വഴിയിൽ ആണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കിറ്റ് ഉണ്ട്, അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഒരു വത്തക്കയുണ്ട്, ഈത്തപ്പഴം, പൈനാപ്പിൾ ഉണ്ട്, രണ്ട് കക്കരിയുണ്ട്. സംഭവം വളരെ സിമ്പിളാണെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായ സമയത്താണ് അവിടെ 2-3 ചെറുപ്പക്കാർ അവിടെ ഒരു സേവനം നടത്തുന്നത്. വളരെയധികം സന്തോഷം തോന്നി. ഇതിൻ്റെ കൂടെ ഒരു സമൂസയുണ്ട്. സമൂസ അതിൻ്റെ നെരിവൊക്കെ പോയിട്ടുണ്ട്, എന്നാലും നല്ല കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. ചിക്കൻ്റെ സമൂസയാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ വ്യത്യസ്തമായൊരു നോമ്പ് തുറയായിരുന്നു നമ്മുടെ ഹൈവേയിൽ വെച്ചിട്ട്. ഈ ഹൈവേയിൽ ഇത് എവിടെ സ്ഥലം എന്നുള്ളത് നമുക്കൊരു ഊഹന കിട്ടുന്നില്ല. ഈ റോഡ് പണി വന്നതോടുകൂടി ഇത് എവിടെയെന്നുള്ളത് നിൽക്കുന്ന ഒരു ഐഡിയയും കിട്ടണില്ല. 2-3 ഭാഗത്ത് ബോർഡൊക്കെ തപ്പിത്തെറിഞ്ഞിട്ടും സംഗതി പൊടുത്താൻ കിട്ടുന്നില്ല. അപ്പോൾ ചേളാരിയിലാണ് നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ നിന്നിട്ടുള്ളത് എന്നുള്ള പിന്നെ മനസ്സിലായത്. കുറേ നോക്കി ഈ സ്ഥലം ഒരു പൊടുത്തം കിട്ടണില്ല. അതായത് അണ്ടർഗ്രൗണ്ട് കൂടെ നമ്മൾ റോഡ് പാസ് ചെയ്യുന്നുണ്ട്. ചേളാരിയും ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. വളരെ മാറ്റമാണ് ഇന്ന് കോഴിക്കോട് പോയപ്പോൾ. വളരെ റോഡിൽ അവിടെയും ഇവിടെയൊക്കെ അങ്ങാടികളൊക്കെ ഇല്ലാതായിട്ടുണ്ട്. ശുക്രാൻ. വിസ്മയ സ്റ്റുഡൻസിന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.